ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹെയർ ഡൈ ആണ്. ഹെയർ കളർ. നരച്ച മുടിയുള്ളവരുടെ ഒരു പ്രധാന പ്രശ്നമായ ഹെയർ കളർ ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഉണ്ടാക്കി നോക്കാം. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് പേരുടെ പ്രശ്നമാണ് നരച്ച മുടി. നരച്ച മുടിയുടെ പ്രശ്നമില്ലാത്ത ആരും തന്നെ ഇല്ലെന്ന് പറയാം. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഒരു മെനോപ്പസ് പീരീഡ് ഒക്കെ ആകുമ്പോൾ, അല്ലെ ഒരു ആഫ്റ്റർ 30 ആഫ്റ്റർ 40 ഒക്കെ ആകുമ്പോൾ നരച്ച മുടി ഇല്ലാതിരിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഈ സൈഡിലും നമ്മുടെ നെറ്റിയുടെ അവിടെയും ഒക്കെ ഒരുപാട് നരച്ച മുടി, അവിടെ ഡൈ ഇടാൻ പറ്റാത്തൊരവസ്ഥ, ഡൈ ഇട്ടാൽ അലർജി ഉണ്ടാകുന്ന അവസ്ഥ, അതിനേക്കാൾ ഉപരി ഡൈ ഇട്ട് കഴിഞ്ഞാൽ ഫേസിൽ നിറയെ ഇങ്ങനെ കളർ മാറി ഭയങ്കര പ്രശ്നമുണ്ടാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പ്രീമച്വർ ഗ്രേയിങ്, പ്രായമില്ലാത്തവരിലും നരയ്ക്കുക, അങ്ങനെ നരയൊരു വലിയ പ്രശ്നമാണ്. അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ട്രൈ ചെയ്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു പിന്നെ നമ്മൾ പറ്റുന്നത്ര ഫുഡിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. വൈറ്റമിൻ ഡിയും വൈറ്റമിൻ സിയും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ശരീരത്തിലേക്ക് എടുക്കണം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഹെയർ ഡൈ ആണ്. ഹെയർ ഡൈ എന്ന് പറയാൻ തന്നെ എനിക്കിഷ്ടമല്ല. ആക്ച്വലി ഒരു ഹെയർ കളർ പായ്ക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തതിനേക്കാളും വ്യത്യാസമായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട്, എന്നാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ കളറാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് വേമ്പാലം പട്ട, വെറ്റില, കരിഞ്ജീരകം, മൈലാഞ്ചി, ഇങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഹെയർ കളർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോയിട്ട് വന്നിട്ട് ബാക്കി പറയാം. ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് വേമ്പാലം പട്ട എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് ഹെയർ ഡൈയിൽ യൂസ് ചെയ്യുന്നത് ഇതിന് നമ്മുടെ മുടിയെ കറുപ്പാക്കാനുള്ള പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെറ്റിലയാണ്. വെറ്റിലയ്ക്കും മൈലാഞ്ചി പോലെ തന്നെ നമ്മുടെ ഹെയറിന് ബ്ലാക്ക് കളർ തരാനുള്ള ഒരു കഴിവുള്ള ഇൻഗ്രീഡിയന്റ് ആണ്. അടുത്തത് കലോഞ്ചി, ബ്ലാക്ക് ജീരകം, കരിഞ്ജീരകം. ഇതും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെ ബ്ലാക്ക് കളർ തരാൻ കഴിവുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹെന്നയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഇന്ന് ഹെയർ കളർ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ കലോഞ്ചി, ഈ കരിഞ്ജീരകം നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് വറുക്കണം, ടൈം എടുത്ത് തന്നെ വറുക്കണം. കുറച്ച് നല്ല ബ്ലാക്ക് കളർ, കുറച്ചേറെ ബ്ലാക്ക് കളർ ആവുന്നിടം തന്നെ വറുത്തെടുക്കണം. പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെറ്റില ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ എല്ലാം 10 ഗ്രാം ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. കരിഞ്ജീരകം 10 ഗ്രാം, വെറ്റില 10 ഗ്രാം, നമ്മുടെ വേപ്പാലം പട്ട 10 ഗ്രാം, മൈലാഞ്ചി 10 ഗ്രാം, അങ്ങനെയാണ് നമ്മൾ എല്ലാം എടുത്തിരിക്കുന്നത്. അരിഞ്ഞു വെച്ച ഈ വെറ്റിലയും കരിഞ്ജീരകവും വേമ്പാലം പട്ടയും ഹെന്നയും കൂടെ നമുക്ക് മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതാണ് വേമ്പാലം പട്ട. ഇതിനുള്ള മലയാളം പേര് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം എന്താണെന്നുള്ളത്. അത് നന്നായിട്ട് പൊടിയുണ്ടോ അല്ലെ എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും പൂച്ചിയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഈ അരച്ചെടുത്ത ഈ മിക്സിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കാരണം നമ്മുടെ മുടിയിലൊക്കെ ഇതിന്റെ ഒരു ബാലൻസ് തങ്ങി നിന്നാൽ നമുക്ക് തല ചീക്കാനും ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്കിതിനെ ഒരു തുണിയിലൂടെ നന്നായിട്ട് അരിച്ച് അതിന്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ്. അതും 10 ഗ്രാം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നമ്മുടെ മുടിക്ക് ഒരു സിൽക്കി എഫക്റ്റ് തരുന്നതാണ്. ഹെന്ന, അങ്ങനെ നാച്ചുറൽ ബീറ്റൽ ലീഫ്, അതായത് വെറ്റിലയൊക്കെ നമ്മുടെ തലയിൽ തേക്കുമ്പോൾ ചിലപ്പോൾ മുടി റഫാകും. അങ്ങനെ റഫാകാതെ നമ്മുടെ മുടിയെ ഒന്ന് ഷൈനി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു മിക്സിന് നല്ലൊരു സ്റ്റെബിലിറ്റി തരാനും കോൺഫ്ലോർ സഹായിക്കുന്നതാണ്. ഇത് നമ്മൾ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ക്രീമാക്കി എടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾക്ക് ഒരു 5 മില്ലി അല്ലെങ്കിൽ 10 ഡ്രോപ്സ് ലെമൺ ഗ്രാസ് ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിക്കുന്നത് മുടിക്ക് കണ്ടീഷൻ ചെയ്യാനും ഈ ഇത്രയും ഇൻഗ്രീഡിയൻസിന്റെ ഒരു ഗുണം ആ ഒരു പാക്കിലേക്ക് ഇൻഫ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയുമാണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത്. നിങ്ങളുടെ തലയ്ക്ക് നല്ല സൈനസൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിക്കുന്നത് നല്ലതാണ്.
വൃത്തിയുള്ള മുടിയിൽ അപ്ലൈ ചെയ്യുന്നെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇത്രയുമാണ് അതിന്റെ കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസിയിലാകുമ്പോഴേക്കും നമുക്ക് അതിനെ ഒരു ബൗളിലോട്ട് മാറ്റിവെടുക്കാം. എല്ലാ ഹെയർ പാക്കും പോലെ ഇത് മിക്സ് ചെയ്ത് ഒരുപാട് നേരം ഒന്നും വെച്ചേക്കണ്ട. ഒരു ചെറു ചൂടുള്ളപ്പോൾ തന്നെ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് 4 to 5 hours കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സൈനസിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് 3 to 4 hours കഴിഞ്ഞിട്ട് മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചോ ഹെർബൽ വാഷ് ഉപയോഗിച്ചോ വാഷ് ചെയ്യാവുന്നതാണ്. ഈ ഹെയർ പാക്ക് ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിക്കുന്നത് അനുയോജ്യമാണ്. അപ്പൊ എല്ലാരും വീഡിയോ കണ്ടില്ലേ? അതുപോലെ തന്നെ ചെയ്യൂ. ഇതിന് പകരം അത് ഉപയോഗിക്കാമോ, അതിന് പകരം ഇത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും എനിക്കറിയില്ല. എനിക്കറിയാവുന്നതാണ് ഞാൻ വീഡിയോയ്ക്കകത്തൂടെ പറയുന്നത്. അതുകൊണ്ട് മാക്സിമം ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ തല കഴുകി തലേ ദിവസമോ അല്ലെ രാവിലെയോ തല കഴുകി നല്ല വൃത്തിയാക്കി ഉണക്കിയ മുടിയിൽ വേണം നമ്മൾ ഈ ഹെയർ കളർ ഇടാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ കളർ പിടിക്കില്ല. തലയിൽ കുറച്ചെങ്കിലും സ്വെറ്റ് ഉണ്ടെങ്കിൽ, വിയർപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഹെയർ കളറും തലയിൽ പിടിക്കത്തില്ല. ഇതെന്ന് മാത്രമല്ല, കെമിക്കൽ ഹെയർ കളർ പോലും തലയിൽ വിയർപ്പോ അഴുക്കോ ചെളിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ പിടിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. അതുപോലെ നമ്മളുടെ കോൺഫിഡൻസ്, നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ നരച്ച മുടി എന്ന് പറയുന്നത്. നരച്ച മുടി ഒരു പാഷനായിട്ട് എടുത്ത് അതിനെ വളർത്തി നല്ല സ്റ്റൈലായിട്ട് വെട്ടി, അല്ലെങ്കിൽ ഹെന്നയൊക്കെ ഇട്ടൊരു പോഷ് കളറാക്കി, നമ്മളുടെ ഗോൾഡൻ ഓറ നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അതൊക്കെ ഇട്ടൊരു പാഷനാക്കി കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ട്രെൻഡിയാണ് കേട്ടോ. അല്ലാതെ നമ്മൾ എപ്പോഴും കറുത്ത മുടി വേണം എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. കറുത്ത മുടി ആക്ച്വലി ഒരു ഏജ് കഴിഞ്ഞാൽ, ഒരു 35-40 ഒക്കെ കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് കളർ മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചിന്തിക്കുന്ന ഹെയർ ഡൈ അടിച്ചു എന്നുള്ളതാണ്. അതും ഒരു മൈനസാണ് ആക്ച്വലി. നല്ല ബ്ലാക്ക് കളറിനേക്കാളും നല്ലത് എപ്പോഴും ബ്ലെൻഡായിട്ട് പല കളർ, അതായത് ബർഗണ്ടിയുടെ കളർ, മൈലാഞ്ചിയുടെ കളർ, നമ്മളുടെ ഒറിജിനൽ ഹെയറിൻ്റെ കളർ ഉണ്ടായിരിക്കുമല്ലോ, ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഡാർക്കിഷ് ബ്രൗൺ, അങ്ങനത്തെ കളർ, കുറച്ച് ബാക്കിയുള്ള കളർ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ബ്ലെൻഡിങ് കളറാണ് എപ്പോഴും ഭംഗി. അത് നല്ല ട്രെൻഡി ആയിട്ടുള്ള നമ്മൾക്കൊരു കുറച്ചൊരു ബ്യൂട്ടിയും തരും. അത് മനസ്സിലാക്കുക. ബ്ലാക്ക് കളർ ഹെയർ എപ്പോഴും സൗന്ദര്യമാണ് എന്നുള്ള ആ ഒരു വിശ്വാസം മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റി. ഇതൊക്കെ നമ്മളുടെ തോന്നലുകളും നമ്മളെ തന്നെ ചെറുതിലേ മുതലേ പറഞ്ഞു പഠിപ്പിച്ച കുറേ കാര്യങ്ങളാണ്. ബ്ലാക്ക് കളർ മുടി നരച്ചല്ലോ എന്നാരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഹെയർ ബ്ലാക്ക് ആക്കണമെന്നാണോ? അങ്ങനല്ല. മുടി നരച്ചല്ലോ എന്ന് അവർ ചോദിക്കുമ്പോൾ തിരിച്ച് അവരിലേക്കൊന്ന് നോക്കുക, അവർക്ക് എന്തൊക്കെ മൈനസ് ഉണ്ട്. അത് നമ്മൾ ചിലപ്പോൾ പറയില്ല, കാരണം നമ്മൾക്കൊരു ഔചിത്യ ബോധമുള്ളത് കൊണ്ട് നമ്മൾ പറയില്ല. പക്ഷേ മറ്റുള്ള ആൾക്കാർ അങ്ങനെയല്ല, അവർക്ക് അതൊന്നുമില്ല. അവർക്ക് അവരുടെ മനസ്സിൽ എന്ത് തോന്നുന്നോ അത് വിളിച്ച് പറയാൻ ഒട്ടും തന്നെ മടിക്കാത്ത, അങ്ങനെ ശീലിച്ചു പോയിട്ടുള്ളവരെ ഇഗ്നോർ ചെയ്ത് പോകാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് നിങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ബൈ, ദാറ്റ്സ് ഓൾ. പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് നോക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് സമാധാനം കിട്ടും. സോ ഞാൻ അങ്ങനെയാണ് ഇത്രയും നാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ ഞാൻ പറഞ്ഞു വന്നത്, ബ്ലാക്ക് കളർ ഹെയർ അത്ര വലിയ സൗന്ദര്യമൊന്നുമല്ല എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. ഓക്കെ, എൻ്റെ മുടി ബ്ലാക്ക് അല്ല. അത് വീഡിയോയിൽ എന്തോ നല്ല ബ്ലാക്ക് ആയിട്ട് കാണുന്നു. ഞാനിങ്ങനെ ചെരിഞ്ഞൊക്കെ നോക്കും, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നല്ല മൈലാഞ്ചിയുടെ കളറൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് അധികം നരച്ച മുടിയില്ല. എൻ്റെ മുടി എവിടെയെങ്കിലും ഇച്ചിരി നരച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളതല്ലാതെ 1-2 എന്നുള്ളതല്ലാതെ എനിക്ക് നരച്ച മുടിയില്ല. അതിൻ്റെ കാരണം നമ്മൾ ആദ്യം മുതലേ ഇങ്ങനെ ഹെർബലായിട്ടുള്ള, നേച്ചറായിട്ടുള്ള, ആയുർവേദിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഹെയർ ഡൈ കെമിക്കലായിട്ടുള്ളതോ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റോ ഒന്നും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ ഓയിൽ മസാജ് ചെയ്യാനായിട്ട് പാർലറിൽ എൻ്റെ വീട്ടിലുള്ള ഓയിൽ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഞാൻ അവരോട് ഓയിൽ മസാജ് ചെയ്യാൻ പറയുക. അതുപോലെ കാലാണെങ്കിലും കൈയാണെങ്കിലും ഒക്കെ മസാജ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഓയിൽ എടുത്തിട്ട് പോയിട്ടാണ് ഞാൻ അവരോട് ചെയ്തു തരാൻ പറയുക. അങ്ങനെ ചെയ്തു തരാൻ പറ്റത്തില്ലാത്ത പാർലർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോരും, അല്ലാതെ ഞാൻ ചെയ്യാറില്ല. പിന്നെ നമ്മൾക്ക് വീട്ടിൽ തന്നെ നമ്മളുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഉള്ളത് കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടില്ല. പക്ഷേ അങ്ങനെയും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ, നിങ്ങളുടെ ഓയിൽ ചെയ്യാൻ പാടില്ല മാം, ഞങ്ങളുടെ ഓയിലേ ചെയ്യാൻ പാടുള്ളൂ. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഞാൻ വേറെ എന്തെങ്കിലും സർവീസ് വന്നിട്ട് പോയല്ലോ എന്നോർത്തിട്ട് എന്തെങ്കിലും ഐബ്രോ ഷേപ്പ് ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട്
അതുകൊണ്ട് സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണിലെ നമ്മൾ സങ്കല്പമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റുള്ളവർ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന അവരുടെ ചിന്തകളോ അവരുടെ കാഴ്ചപ്പാടോ ഒന്നുമല്ല നമ്മുടെ സൗന്ദര്യം. നമ്മുടെ സമാധാനം. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, ഓക്കെയാണോ, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, മറ്റുള്ളവരും ഇഷ്ടപ്പെട്ടോളൂ. അത്രേ ഉള്ളൂ. നമ്മൾക്കറിയാമല്ലോ നമ്മൾക്ക് എന്താണ് വേണ്ടത്. മറ്റുള്ളവരാണോ നിശ്ചയിക്കുന്നത്? അവരുടെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും മെഷർമെന്റ് സ്കെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ നമ്മളെ മെഷർ ചെയ്യാനും നമ്മളെ ജഡ്ജ് ചെയ്യാനും? ജഡ്ജിങ് മെന്റാലിറ്റിയുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെയുള്ളിടത്തു നിന്ന് മാക്സിമം മനസ്സിൽ അവരെക്കുറിച്ച് ചിന്തിക്കുക. അവർക്ക് ഇത്രേ അറിവുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ബ്ലാക്ക് കളർ ഹെയർ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. ബ്ലാക്ക് ഒരു മൈനസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ബ്ലാക്ക് കളർ ഹെയർ, കുറച്ച് പ്രായമുള്ള സ്കിന്ന് ഒക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് എന്താ മനസ്സിലാകുക? ഹെയർ കളർ അടിച്ചിട്ടുണ്ട്, ഹെയർ ഡൈ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ശരിക്കും ഓക്വേർഡാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ബ്ലാക്ക് കളർ ഹെയർ വേണ്ടാന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് എപ്പോഴും ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് കളേഴ്സിൽ പിടിച്ചു പോകുന്നതാണ് എപ്പോഴും നമുക്ക് സൗന്ദര്യം. നമ്മുടെ സ്കിന്ന് ഫസ്റ്റ് നോക്കണ്ടേ? കുറേ കളർ ഹെയറിൽ അടിച്ചിട്ട് കെമിക്കൽ അടിച്ചിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് ടാൻ വന്നാൽ ഈവൻ നീലാമരി പോലും നമ്മുടെ സ്കിന്നിലേക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ വലയങ്ങൾ പോലെ കളർ വരും. ടാൻ വരും, പിഗ്മെന്റേഷൻ വരും. പിന്നെ ആ പിഗ്മെന്റേഷൻ പോകാനായിട്ട് നമ്മൾ കിടന്ന് കഷ്ടപ്പെടണം. ആ കഷ്ടപ്പെട്ട് കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഇൻട്രസ്റ്റും പോകും. നമ്മൾ സ്കിൻ കെയർ ചെയ്യണം എന്നുള്ള, ഹെയർ കെയർ ചെയ്യണം എന്നുള്ള, എന്ത് ചെയ്താലും ശരിയാവില്ല എന്ന് നമ്മൾ സ്വയം അങ്ങ് വിശ്വസിക്കും. അങ്ങനെയൊന്നുമല്ല. എല്ലാം ചെയ്താലും എല്ലാം ശരിയാകും. എല്ലാവർക്കും എല്ലാം ശരിയാവട്ടെ. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഇതിന് കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്ന് ഉപയോഗിക്കുന്നോ അതിനൊരു 2 ദിവസം മുന്നേ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോന്ന്. ഷാമ്പൂ ഇട്ട് കഴുകി നീറ്റായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. എന്തെങ്കിലും വിയർപ്പോ അല്ലെങ്കിൽ സെബമോ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കളർ പിടിക്കില്ല. അപ്പോൾ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ പ്രോഡക്ട്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്ന നമ്മെ ടേക്ക് കെയർ.